നദികളെ അമ്മയെ പോലെ കാണുന്ന ഒരു രാജ്യത്തെ നദികളുടെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിന്നും മലപ്പുറത്തേക്ക് യാത്ര തിരിക്കേണ്ടത് കൊണ്ട് തന്നെ അതിരാവിലെ തന്നെ ഞങ്ങൾ എണീറ്റ് വൃത്തിയാക്കാനായി ഇറങ്ങിയിട്ടുണ്ട്. ഒട്ടും താമസിക്കാതെ കാറിനുള്ളിൽ നിന്നും ഗ്ലൗസ് എല്ലാം എടുത്ത് കയ്യിലിട്ടു. ഇപ്പോൾ കാണുന്നത് ഭാരതപ്പുഴയുടെ തീരമാണ്. അങ്ങോട്ട് ഇറങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് മാലിന്യങ്ങൾ അവിടെ കൊണ്ടേ തള്ളിയിരിക്കുന്നത്. മുകളിൽ പൊങ്ങി നിൽക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഓരോന്നോരോന്നായി വാരിയെടുക്കാമെന്നോർത്തു. മണ്ണിൽ പതിയെ കിടക്കുന്ന വേസ്റ്റുകൾ കൈകൊണ്ട് വാരിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ നമ്മുടെ ചൂല് തന്നെ എടുക്കേണ്ടി വന്നു. ചെറിയൊരു ഏരിയയിൽ നിന്നും മാത്രം കൂട്ടിവെച്ച വേസ്റ്റുകൾ നമ്മുടെ ചാക്കിലിടുമ്പോൾ തന്നെ നമ്മുടെ ചാക്കുകൾ മുഴുവൻ നിറയുകയാണ്. കരയുടെ ഒരു വശം മുഴുവൻ ക്ലീനാക്കി കഴിഞ്ഞു. അതിന്റെ ദൃശ്യങ്ങൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ്. ഇനി നമുക്ക് ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങാം. പുഴയിൽ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അധികം വെള്ളമൊന്നുമില്ലെങ്കിലും നല്ല വഴുക്കലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിൽ ഞാൻ പുഴയിലേക്ക് ഇറങ്ങി. പ്ലാസ്റ്റിക്കുകളെല്ലാം പതിയെ പതിയെ കളക്ട് ചെയ്യാൻ തുടങ്ങി. റോഡിൽ നിന്നും നല്ല താഴ്ചയുള്ള സ്ഥലമാണിത്. ആരൊക്കെ കൊണ്ടേ ഡെയിലി തട്ടുന്നതാണ് ഇവിടെ വേസ്റ്റുകൾ. പലചരക്ക് കടക്കാരാണെന്ന് തോന്നുന്നു. കൂടുതലും വേസ്റ്റുകൾ പലചരക്കിന്റെ സാധനങ്ങളാണ്. ഒഴുക്കിനെ പോലും വകവയ്ക്കാതെ ഗോപീഷൻ നിന്നല്ല കട്ടയ്ക്ക് പണിയെടുക്കുന്നുണ്ട്. ആരുടെയോ ചിതാഭസ്മം കൊണ്ടേ ഒഴുക്കിയതാണെന്ന് തോന്നുന്നു ഇത്. ഭാരതപ്പുഴയുടെ ഒരു വശം കഴിഞ്ഞ് മറുവശത്തേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇവിടെയും അതുപോലെ വേസ്റ്റുകൾ കൂമ്പാരമായി കിടക്കുന്നുണ്ട്. എത്രമാത്രം റിസ്ക് എടുത്തു നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള കാഴ്ച ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം.